ഹലോ. എനിക്കും ലായിക്കുനും രാത്രി എന്തൊക്കെയാണ് പരിപാടി, ഞങ്ങൾ രണ്ടാളും എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പണികൾ ചെയ്യും എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരേ. ഉച്ചക്കാണ് ഹസ്ബൻഡ് ജോലി ഉണ്ടാവുക. പിന്നെ വരെ നൈറ്റ് ഒരു 1 o'clock ഒക്കെ അടുത്തായിട്ടാണ് ആൾ പിന്നെ റൂമിലെത്തുക. അപ്പം നൈറ്റ് ഞങ്ങൾ കറി ഉണ്ടാക്കി വെക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ റിലേറ്റീവ് ഉണ്ട്. അപ്പം അവരൊക്കെയാണ് റൂമിലുള്ളത്. അപ്പം എനിക്ക് ലായിക്കുന്നെ വെച്ചിട്ട് മറ്റേ ചപ്പാത്തി, പത്തിരി, ദോശ അങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കറിയാക്കി വെക്കും. അവർ കുബൂസ് അങ്ങനെന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ടും. അപ്പം ഇന്ന് കുറച്ച് ലേസി ഡേ ആയതുകൊണ്ട് തട്ടിക്കൂട്ടൊരു വെജ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലായ്ക്കു തീരെ നിലത്തിറങ്ങില്ല എന്നൊക്കെ തന്നെയാണ് ഇരിക്കുക. നിലത്തിറങ്ങിയാൽ പിന്നെ ആൾ കരച്ചിലോട് കരച്ചില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണേ. നിങ്ങൾ കാണുമ്പോൾ പേടിയുണ്ടാവും, പക്ഷെ അവൻ കത്തി അങ്ങനെ പിടിക്കാനൊന്നും വരില്ല. ഫ്രൂട്ട്സ് വെജീസൊക്കെ തൊടാനാണ് അവൻ്റെ കൈ വരിക. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൈക്കുൻ്റെ കാല് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടച്ച് ചെയ്താൽ തീരെ ഇഷ്ടമല്ല. എനിക്ക് കാല് ഇങ്ങനെ ടച്ച് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ ഉന്തി വിടും, അല്ലെങ്കിൽ ഇങ്ങനെ വിരലേറ്റിനെ കളിച്ചുകൊണ്ടിരിക്കും. വെള്ളം കണ്ടാൽ പിന്നെ അവനക്ക് അതിൽ കളിക്കണം. അപ്പോൾ ആ കപ്പിൽ കൈയിട്ടതാണ് കാണുന്നത്. അത് ഞാൻ മാറ്റി വേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലായ്ക്കൂരെന്ന് പറയുമ്പോൾ കുക്ക് ചെയ്യണ കാണാനൊക്കെ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അധികം നേരം കിച്ചണിൽ നിന്നാൽ അവൻ വേഗം ഉറങ്ങും. ഇവിടെ മക്കൾ ആരെങ്കിലും ഉണ്ട് അങ്ങനെ കിച്ചണിൽ കുറച്ചധികം നേരം നിന്നാൽ അവൻ വേഗം ഉറങ്ങിപ്പോവും. അപ്പോൾ ഈ സമയം കൊണ്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ലായ്ക്കു നീറ്റാണ്ട് പോയി. അപ്പോൾ എനിക്ക് കുറച്ച് കൈയൊന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കറിയിലേക്ക് വേണ്ട സബോള, തക്കാളി അതൊക്കെ അരിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു ഡേറ്റ്സ് എടുത്ത് കഴിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ ഉണ്ടായതാണ് കേട്ടത്. 2 വിസിൽ അത്രയും മതി, സെറ്റാവും. പിന്നെ ഞാൻ ഈ മസാല ഒക്കെ ആക്കിയിട്ട് ഒന്നും കൂടെ കുക്കറിലിട്ടിട്ട് ഒരു വട്ടം കൂടെ വിസിലടുപ്പിക്കും, ആ മസാല ഒക്കെ ഒന്ന് സെറ്റാവാനും. അപ്പം ഞങ്ങൾ ഡിന്നർ റെഡി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.